ശ്രീ വിവാദം കത്തി നിൽക്കുന്നതിന്റെ ഇടയിൽ ഇന്ന് രാവിലെ നമ്മുടെ ബേബി സഖാവും ബിനോയ് വിശ്വം സഖാവും കൂടെ ഒരു സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അതിനുശേഷം നടന്നത് അതിനുശേഷം നടന്നത് ചരിത്രം. വിവാദങ്ങളും ആശങ്കകളും ഒക്കെ ഉയർന്നു വന്ന സാഹചര്യം കണക്കിലെടുത്ത് ആ പദ്ധതി നടപ്പാക്കുന്നത് സംബന്ധിച്ച് റിവ്യൂ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു PM ശ്രീ, കോടികള്, എന്ത് CPI, എന്നിട്ട് ഇപ്പൊ എന്തായി? ശിവൻകുട്ടി സഖാവിന്റെ കാര്യം ആലോചിക്കുമ്പോ സങ്കടം വരികയാണ്. PM ശ്രീ പദ്ധതി ഇല്ലെങ്കിലും കുഴപ്പമില്ല, 1500 കോടി രൂപ ഇങ്ങോട്ട് തന്നാ മതി എന്ന് പറഞ്ഞിട്ട് പാവം തോരെ സ്വപ്നം കണ്ടതാ. എന്നിട്ട് മാപ്പര് മാത്രം ഇപ്പം ഒറ്റയ്ക്കായി. PM ശ്രീ പദ്ധതിയിൽ ഇപ്പോൾ ഒപ്പിടുന്നതിലൂടെ സമഗ്ര ശിക്ഷയുടെ കുടിശ്ശികയും 2 വർഷത്തെ PM ശ്രീ ഫണ്ടും ഉൾപ്പെടെ 1476 കോടി 13 ലക്ഷം രൂപയാണ് സംസ്ഥാനത്തിന് ലഭ്യമാകാൻ പോകുന്നത്. PM ശ്രീ പദ്ധതി പിന്മാറുന്നത് വരെ മന്ത്രിസഭാ യോഗം ബഹിഷ്കരിക്കുന്ന CPI കടുത്ത തീരുമാനം എടുത്തിട്ടും ഇവിടുത്തെ പുച്ഛം സ്പെഷ്യലിസ്റ്റുകളൊക്കെ നമ്മുടെ CPIയുടെ നേരെ പുച്ഛം വാരി വിതറിക്കൊണ്ടിരുന്നു. അവരൊക്കെ ഇപ്പൊ ഹാപ്പി അല്ലേ? അവര് ജീവിച്ചിരിക്കുന്നത് അറിയിക്കണ്ടേ? കാരണം ഞങ്ങൾക്ക് അഭിപ്രായം ഉണ്ടായിരുന്നു, ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞായിരുന്നു എന്നൊക്കെ പറയണ്ടേ? അങ്ങനെ ഇതൊക്കെ പറഞ്ഞ പല കാര്യങ്ങളും പറഞ്ഞാൽ വേണ്ടി നിന്നാ. ബിനോയ് വിശ്വം ആദ്യം എല്ലാം പറയും ഞങ്ങൾക്ക് ഭയങ്കര എതിർപ്പാണെന്ന്. പിണറായി വിജയൻ AK സെന്ററിലേക്ക് ഒന്ന് വിളിപ്പിക്കുമ്പോഴേക്കും അയാളെ എതിർപ്പ് തീരും. PMC നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തുറ നടപടികൾ ഈ റിപ്പോർട്ട് വരുന്നതുവരെ നിർത്തിവെക്കുന്നതാണ്. മതി പാട്ടും കൂത്തൊക്കെ മതി. പാവ ശിവൻകുട്ടി മിനിസ്റ്റർ യൂട്ടേൺ എടുത്ത് തളർന്നിരിക്കുമ്പോഴാണ് ഒരു പാട്ടും കൂത്തും. കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത ബ്ലഡി ഫൂൾസ് അല്ലേ മിനിസ്റ്ററെ? ഒരു നയത്തിൽ മാത്രം നമുക്ക് നിൽക്കാൻ വേണ്ടി പറ്റുമോ? കാലഘട്ടത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മൾ മാറണ്ടേ? അതെ ആദ്യ കാലഘട്ടത്തില് എന്ത് PM ശ്രീയോ അടുപ്പിക്കല്ലേ ഇവിടെ എന്നായിരുന്നു പറഞ്ഞോണ്ടിരുന്നത്. പിന്നീട് കാശിന്റെ ആവശ്യം വന്നപ്പോ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിട്ടല്ലേ ഒന്ന് കണ്ണടച്ചേക്കാന്നായി. പിന്നെ CPI പണി വന്നപ്പോ PM ശ്രീയാ കേരളത്തിൽ അടുപ്പിക്കാൻ കൊള്ളാന്നാണോ അത്? ഈ നിലപാട് ഈ നിലപാട് ചിങ്കത്തിന്റെ ഓരോരോ തമാശകള്. ഞാൻ എന്റെ അഭിപ്രായം മാറ്റി. എന്ത് CPI ഇപ്പൊ നല്ലോണം മനസ്സിലായില്ലേ? CPIയെ മയക്കുവെടി വെച്ച് തളയ്ക്കാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. ആ മയക്കുവെടി ഏറ്റവും എന്ന് അവരാണ് പറയേണ്ടത്. നല്ല വിഷമണ്ടല്ലേ പ്രസിഡന്റ്? പിന്നല്ലാണ്ട് വിഷമുണ്ടാവില്ലേ? LDFന്റെ അകത്ത് അടി കണ്ടപ്പോ CPI ഇപ്പൊ ഇങ്ങോട്ട് വരുന്നു വിചാരിച്ചിട്ട് അവരെന്തോരം വെള്ളം തിളപ്പിച്ചായിരുന്നു. തീരുമാനിക്കേണ്ടത് ഈ നാണക്കേട് സഹിച്ച് LDFൽ തുടരണോ വേണ്ടതെന്ന് തീരുമാനിക്കേണ്ട അവരാ. കാര്യം PM ശ്രീ നിലപാടിൽ ജയിച്ചത് CPI ആണ്. പട്ടാണി അറിയില്ല എന്തൊക്കെയോ ഒരുങ്ങുന്ന പോലെ ഉണ്ട്. തെരഞ്ഞെടുപ്പ് കഴിയട്ടെട്ടാ ശരിയാക്കി തരണ്ടെന്ന് CPM നേതാക്കൾ പറയുന്ന പോലെ ഒരു തോന്നല്. PM ശ്രീ വിവാദത്തില് CPM-നെ ക്രൂശിച്ചു കഴിഞ്ഞാ നന്നങ്ങോട്ട് മാറിക്കോ. CM-ന് വേറെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പെൻഷൻ വർദ്ധിപ്പിക്കാൻ പോണു, ആശാ വർക്കേഴ്സിന്റെ കുടിശ്ശിക തീർക്കും, സപ്ലൈകോയുടെ കുടിശ്ശിക പൂർണ്ണമായും തീർക്കും. അങ്ങനെ വൻ പ്രഖ്യാപനങ്ങൾ. ഇലക്ഷൻ വരാൻ പോവാണ് മക്കളെ. പിണറായി സർക്കാരിന്റെ കളികൾ രാഷ്ട്രീയ കേരളം കാണാൻ കിടക്കുന്നേ ഉള്ളൂ. നിലവിലെ പ്രതിമാസ പെൻഷൻ 2000 രൂപയായി വർദ്ധിപ്പിച്ചതായി പ്രഖ്യാപിക്കുകയാണ്. 3-ാം ടേമും ഞങ്ങൾ ഇങ്ങോട്ട് എടുക്കാന്ന് പറയുമ്പോ നേരത്തെ യൂട്ടേൺ ഈ ടേമില് എങ്ങനെ ബാധിക്കുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.